ഗായ്സ്, ഇന്ന് ഞങ്ങൾ പൊന്മുടിക്ക് പോയ ഒരു വ്ളോഗാണ്. സായുവിനെ വീട്ടിലാക്കി പോകുന്നതുകൊണ്ട് നേരത്തെ പോയി നേരത്തെ വരാമെന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കാണും. പക്ഷേ വാട്ട് എ വണ്ടർഫുൾ കോയിൻസിഡൻസ്, നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ് ചൂസ് ചെയ്തത്. കാരണം ചെക്ക് പോയിന്റിൽ എത്തിയത് കറക്റ്റ് ടൈമിനായിരുന്നു. 8 മണിയാകുമ്പോഴേ ഇവിടെ നിന്ന് അങ്ങ് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഹിൽ ടോപ്പിലേക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് അത്യാവശ്യം നല്ല കാഴ്ചകളും നല്ല തണുപ്പുമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നമ്മൾ വരുന്ന വഴി നോക്കുമ്പോൾ മലയിലിങ്ങനെ കോടമഞ്ഞ് വന്ന് മൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഹിൽ ടോപ്പിലെത്തണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഈ സീനറികളിലൊന്നും ഇറങ്ങി ഫോട്ടോ എടുക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ബട്ട് തമാശ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വന്നപ്പോൾ ആ സ്ഥലങ്ങൾക്കൊന്നും ആ മഞ്ഞ് വീണ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. കാരണം കോട അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ചില ഏരിയാസൊക്കെ ഈ കോടമഞ്ഞിൻ്റെ ഇടയിൽ കൂടെ കാണാനായിരുന്നു കൂടുതൽ ഭംഗി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നൊന്നും എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആ കോട പോയപ്പോഴേക്കും അതിൻ്റെ ഒരു വൈബ് അങ്ങ് പോയി. സോ അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പ് എത്താറായി. അവിടെ എത്തുമ്പോഴേക്കും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മൾ പിന്നെ മലയിലേക്ക് ഇങ്ങനെ നടന്നാണ് പോകേണ്ടത്. സോ അറിയാതെയാണെങ്കിലും നമ്മൾ വരാൻ തീരുമാനിച്ച ടൈം വളരെ നന്നായിരുന്നു. കാരണം നല്ലൊരു വെതറായിരുന്നു ആ സമയം. ഇപ്പോൾ സമയം ജസ്റ്റ് ഒരു 9 മണിയൊക്കെ ആവാറായി കാണുമായിരിക്കും. ഞങ്ങൾ അവിടുത്തെ ഒരു മല കയറിയതിന് ശേഷമുള്ള വീഡിയോസാണ്. കാരണം കയറുമ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രഭു എൻ്റെ കൈ പിടിച്ച് കയറ്റുന്ന തിരക്കിലായിരുന്നു. എനിക്ക് ഷൂവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്ക് ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ മലയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തന്നെ ഒരു പേടിയാണ്. വൺസ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ ആരെങ്കിലും ഒന്ന് പിടിക്കാൻ വേണം. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ടോപ്പിലെത്തി. ഇവിടെ ഇത്രയും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ട്രിവാൻഡ്രത്ത് പൊതുവെ മഴയൊക്കെ കുറവായിരുന്നു. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ടും പിന്നെ അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മലകളാണ്. ഈ മലകളിൽ കയറാൻ അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കും കയറി അങ്ങ് പോവാം. അപ്പോൾ ഒരുപാട് ബോയ്സൊക്കെ ഈ ചുറ്റുമുള്ള എല്ലാ മലകളിലും ഓരോ ആൾ വീതമെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ. എനിക്കത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പ്രഭുവിനും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു മലയിൽ കയറി അവിടെ നിന്ന് ചെറിയ മലകളൊക്കെ കയറാൻ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. ദൂരെയുള്ള മലകളിലേക്കൊന്നും പോയില്ല. വരുന്ന വഴി കുറേ ഭംഗിയുള്ള പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു, മയിലിനെ കണ്ടു, ചെറിയ അരുവികളും വാട്ടർഫോൾസും ഉണ്ടായിരുന്നു. കുറച്ച് മഴക്കാലമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റിയേനെ. ഇത്ര ഹൈറ്റിലും ആന ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ആനപ്പിണ്ടം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കണ്ടപ്പോഴാണ്. ഈ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയിൽ കുറച്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിൽ നിന്നൊരു ഭാരം എടുത്തു വെച്ച ഫീലായിരുന്നു. പിന്നെ പയ്യെ കോടയൊക്കെ നീങ്ങി വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. പിന്നീട് അങ്ങനെ ഇടയ്ക്ക് കോട വരും പോവും, അങ്ങനത്തെ ഒരു വൈബായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ ആ മലയിൽ ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന കാണാം. എനിക്ക് കുറച്ച് ധൈര്യവും കുറച്ചധികം സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ മലകളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കായിരുന്നു.
അങ്ങനെ നമ്മൾ തിരിച്ച് പുറപ്പെടാനായിട്ടുള്ള ഒരു ഒരുക്കങ്ങളിലായിരുന്നു. അപ്പോഴാണ് വേറൊരു മല കണ്ടിട്ട് അവിടെ കയറാൻ തോന്നിയത്. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആദ്യം ഞാൻ നോ പറഞ്ഞെങ്കിലും പിന്നെ എല്ലാവരും പോകുന്ന കണ്ടപ്പോഴും പ്രഭു നിർബന്ധിച്ചപ്പോഴും ഞാനും അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. പ്രഭുവിനെ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുത്തു കൊടുക്കാൻ വിളിക്കാറുണ്ട്. അങ്ങനെ ഈ മലമുകളിലും കുറച്ച് ആൾക്കാർ പ്രഭുവിനെ ഫോട്ടോ എടുത്തു കൊടുക്കാൻ വിളിച്ചു. സോ നേച്ചർ ലവേഴ്സിന് എന്തായാലും വന്നിരിക്കാനും കാടും മലയൊക്കെ കയറി നടക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് പൊന്മുടി. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഈ കോടയൊക്കെ കാണാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് നമ്മൾ വന്നത്. അങ്ങനെ തിരിച്ചു പോകാൻ നേരത്ത് അവിടെ കുറേ കുട്ടി കുട്ടി കടകളുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നതാണല്ലോ, അത് കുറച്ചൊക്കെ ശരിയാണ് കേട്ടോ. നല്ലൊരു ചായയും പിന്നെ ഇത് ബ്രെഡ് ഓംലെറ്റ്, പിന്നെ മാഗി എന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ട് ഇട്ടുണ്ടാക്കിയ മാഗി ആയിരുന്നു. ഇന്ന് തേങ്ങയും ക്യാരറ്റും എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നൊക്കെ മാറി ഒരു ചായക്കടയൊക്കെ ഇട്ട് ജീവിച്ചാലോ എന്ന്. എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നാറുള്ളതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. കടലാസ് കഫേ എന്നായിരുന്നു ഇന്നത്തെ ലഞ്ച്. ഞാനൊരു മെക്സിക്കൻ റൈസ് ബൗളാണ് പറഞ്ഞത്. ഒറിജിനൽ ടേസ്റ്റ് ഇതാണോ എന്നറിയില്ല, അപ്പോൾ എനിക്കിഷ്ടം. പിന്നെ സ്റ്റേക്കും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ച് ഈ ഒരു സ്വീറ്റ് ഡേ നമുക്കൊരു സ്വീറ്റ് ചീസ് കേക്ക് കഴിച്ച് അവസാനിപ്പിക്കാം. ഇതിൻ്റെ പേര് എൻ്റെ വായിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. സാൻ ഫ്രാൻസിസ്കോ എന്നൊക്കെയാണ് വരുന്നത്, പക്ഷെ അങ്ങനെയല്ല, എന്തോ ഒരു ചീസ് കേക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്, പക്ഷെ പേര് കിട്ടുന്നില്ല.